വളർത്തുനായോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞിന് എന്താണ് സംഭവിച്ചത്? 2 വർഷങ്ങൾക്ക് മുമ്പ് പല പ്രമുഖ പത്രങ്ങളിലും തലക്കെട്ടായ വന്ന ഒരു വാർത്തയായിരുന്നു ഇത്. എന്തായിരുന്നു ആ കുഞ്ഞിന് സംഭവിച്ചത്? ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള ചില വിഷയങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അത്രയ്ക്കും ലോയലായ ഒരു വളർത്തുനായായിരുന്നു അത്. അതിനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് കുഞ്ഞിനെ തനിച്ചാക്കി അച്ഛൻ ഒരു കോൾ എടുക്കാൻ വേണ്ടി വീടിനകത്തേക്ക് കയറിപ്പോയത്. തിരികെ വന്നപ്പോൾ അയാൾ കണ്ടത് ഇല്ല. അയാൾ തിരിച്ചു വന്നപ്പോൾ ആരെയും കണ്ടില്ല, ആ കുഞ്ഞിനെയും കണ്ടില്ല. അവർ നിൽക്കുന്ന ആ വീട് ഒരു വലിയ കാടിന് നടുവിലാണ്. ആ കാടാണെങ്കിൽ കരടികൾക്കും ചെന്നായ്ക്കൾക്കും പേര് കേട്ടിട്ടുള്ള ഒരു കാടും. മണിക്കൂറുകളോളം കുഞ്ഞിനെ കാണാതെ അവർ അന്വേഷിച്ച് നടന്നു. ഏതാനും സമയത്തിനുള്ളിൽ ആ കാടിൽ നിന്നും നായ നടന്നു വരുന്നത് അവർ കണ്ടു. അവനോടൊപ്പം ആ കുഞ്ഞുണ്ടായിരുന്നില്ല. എന്തായിരിക്കാം ആ കുഞ്ഞിന് സംഭവിച്ചത്? ഏതാണ്ട് 2 ദിവസത്തോളം അവർ ആ കുഞ്ഞിനെ അന്വേഷിച്ച് നടന്നതായി പറയുന്നു. 48 മണിക്കൂറിന് ശേഷം കുഞ്ഞിനെ കണ്ടെത്തി, അതും ജീവനോടെ. എന്നാൽ അതിനെ ചുറ്റിപ്പറ്റി നമ്മൾ കേൾക്കുന്ന പല കഥകളും സയൻസ് ഫിക്ഷൻ സിനിമകളെ വെല്ലുന്ന കഥകളാണ്. കേൾക്കാം. കേറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ജൂണിലാണ് സംഭവം നടക്കുന്നത്. ഒരു വെള്ളിയാഴ്ച ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് വെയിൽ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. 6 വയസ്സ് പ്രായമുള്ള തൻ്റെ പെറ്റ് ഡോഗിനോടൊപ്പം കളിക്കുകയാണ് റൈക്കർ വെബ് എന്ന 4 വയസ്സുകാരൻ. അവനോടൊപ്പം ഒരു കോളിൽ അച്ഛനും ഉണ്ടായിരുന്നു. നോർത്ത് വെസ്റ്റേൺ മൊണ്ടാനയിലെ ട്രോയ് എന്ന സ്ഥലത്തെ ഒരു ചെറിയ പട്ടണത്തിൻ്റെ അതിരായി ഒരു വലിയ കാടുണ്ട്. അക്രമ സ്വഭാവമുള്ള കറുത്ത കരടികൾക്കും മൗണ്ടൻ ലയൺസ് എന്നറിയപ്പെടുന്ന കൂഗർ എന്ന ജീവികൾക്കും ചെന്നായകൾക്കും ഏറെ പേരുകേട്ട ഒരിടമാണ് അവിടം. കാടിനുള്ളിൽ മരങ്ങൾ ശേഖരിച്ച് ചെറിയ ക്യാബിനുകൾ ഉണ്ടാക്കി ജീവിക്കുന്നവരാണ് അവിടെ അധികവും. ആ നാട്ടിലെ മൊത്തം മനുഷ്യരുടെ എണ്ണം എന്ന് പറയുന്നത് വെറും 833 ആണ്. അതായത് ആ വലിയ ദേശത്ത് അത്രയും കുറച്ച് മനുഷ്യർ മാത്രമേ താമസിക്കുന്നുള്ളൂ എന്ന്. ഒരു കോൾ വന്ന് വീടിനകത്തേക്ക് കയറി പോകുമ്പോൾ തന്നെ ആ അച്ഛന് വളർത്തുനായ കൂടെയുണ്ട് എന്ന ധൈര്യമായിരുന്നു. ആ കാട്ടിൽ നിന്നും വന്യജീവികൾ പുറത്തേക്ക് വന്നാൽ വളർത്തുനായ്ക്കൾ കൂട്ടത്തോടെ ശബ്ദമുണ്ടാക്കുന്ന ഒരു പ്രവണത ആ നാട്ടിലുണ്ടായിരുന്നു. ആ ഒരു ധൈര്യവും അയാൾക്കുണ്ടായിരുന്നു. എന്നാൽ തിരികെ വന്നപ്പോൾ അയാൾക്ക് ആ കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞില്ല. ആ കുഞ്ഞിനോടൊപ്പം ആ വളർത്തുനായയെയും കാണാൻ കഴിഞ്ഞില്ല. 4 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് എങ്ങോട്ട് പോകാനാണ്? ഒരിക്കലും ആ കുഞ്ഞിന് ആ നായയെയും കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇനി ആ നായ കുഞ്ഞിനെ കടിച്ചു കൊണ്ടുപോയതായിരിക്കും. ലിങ്കൺ കൗണ്ടി ഷെരീഫ് പറയുന്ന അനുസരിച്ച് 4 വയസ്സ് പ്രായമുണ്ടായിരുന്ന റൈക്കർ വെബിന് കാഴ്ചയിൽ അത്രയും ഉയരവും പ്രായവും തോന്നുമായിരുന്നില്ല. 3 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ ഉയരവും പ്രായവും മാത്രമേ ഒറ്റ നോട്ടത്തിൽ റൈക്കറിനെ കാണുമ്പോൾ തോന്നുമായിരുന്നുള്ളൂ. കുഞ്ഞിനെ കാണാതെ മണിക്കൂറുകൾ അവർ അന്വേഷിച്ച് നടന്നിരുന്നു. 2 മണിക്കൂറിന് ശേഷം അവർ വളർത്തുനായയെ സ്പോട്ട് ചെയ്തു. അവന് ഒരു അപകടം നടന്നതിൻ്റെ ലക്ഷണമോ അല്ലെങ്കിൽ ഒരു പരിഭ്രമമോ കാണുന്നുണ്ടായിരുന്നില്ല. റൈക്കറിൻ്റെ പേര് വിളിച്ച് അവർ അവിടെയെല്ലാം അന്വേഷിച്ച് നടന്നു. അവൻ എങ്ങോട്ടെങ്കിലും നടന്നു പോയി എന്നതിൻ്റെ തെളിവുകൾ പോലും അവർക്ക് ലഭിച്ചില്ല. ഏതാണ്ട് 2.5 മണിക്കൂർ അവർ അന്വേഷിച്ചിട്ടും യാതൊരു തുമ്പും കിട്ടാതെയാണ് പോലീസ് സ്റ്റേഷനിൽ അവർ വിവരമറിയിക്കുന്നത്. ശേഷം ഒരു പറ്റം പോലീസുകാരും നാട്ടുകാരും വോളണ്ടിയർമാരും ചേർന്ന് കുഞ്ഞിനെ അന്വേഷിച്ചു. ഏതാണ്ട് 50ഓളം പേരാണ് റൈക്കറിൻ്റെ പേര് വിളിച്ച് ആ കാടിനുള്ളിലൂടെ അന്വേഷിച്ച് നടന്നത്. മണിക്കൂറുകളോളം അന്വേഷിച്ചിട്ടും അവർക്ക് യാതൊരുവിധ തെളിവുകളും ലഭിച്ചില്ല. അവരോടൊപ്പം ഒരു പറ്റം നായ്ക്കളുണ്ടായിരുന്നു, അതോടൊപ്പം ഡ്രോണുകളും ഉണ്ടായിരുന്നു. എന്നിട്ടും യാതൊന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അധിക നേരം ആ അന്വേഷണം തുടരാൻ കഴിഞ്ഞില്ല. കാരണം അതിഭീകരമായ മഴ പെയ്തിരുന്നു. കോരിച്ചൊരിയുന്ന ആ മഴയിലും തണുപ്പിലും ആ കാടിനുള്ളിൽ ആ കുഞ്ഞ് എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന ഭയമായിരിക്കാം ആ അച്ഛനും അമ്മയ്ക്കും അപ്പോഴുണ്ടായിരുന്നത്. പിറ്റേന്ന് അതിരാവിലെ തന്നെ മഴ തോർന്നപാട് ആ സംഘം അന്വേഷണം ആരംഭിച്ചു. അന്ന് അവർക്ക് ഒരു തെളിവ് ലഭിച്ചു.
മറ്റൊന്നുമല്ല, റൈക്കറിൻ്റെ വീടിൻ്റെ മുറ്റത്ത് വിരിച്ചിരുന്ന ഉരുളൻകല്ലുകളിൽ ചിലത് ആ കാടിനുള്ളിൽ കണ്ടെത്തി. അത് റൈക്കറിൻ്റെ കയ്യിൽ നിന്നും വീണതായിരിക്കാമെന്ന നിഗമനത്തിലാണ് റൈക്കറിൻ്റെ അച്ഛൻ എത്തിയത്. അതുകൊണ്ട് തന്നെ അവരുടെ അന്വേഷണം ശരിയായ പാതയിലൂടെയാണ് എന്ന് അവർ വിശ്വസിക്കുകയായിരുന്നു. അന്നേ ദിവസം മുഴുവൻ അവർ അന്വേഷിച്ച് നടന്നുവെങ്കിലും യാതൊരു തെളിവുകളും അവർക്ക് ലഭിച്ചില്ല. പിറ്റേന്നും പതിവ് പോലെ കാടിനുള്ളിലേക്ക് അന്വേഷണങ്ങളുമായി അവരിറങ്ങി. അന്നേ ദിവസവും ഉച്ചവരെ അവർക്ക് യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏതാണ്ട് ഉച്ചയോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു. കാടിനുള്ളിലെ ഒരു ക്യാബിനുള്ളിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ ഞരക്കം കേൾക്കുന്നു എന്ന് പറഞ്ഞ്. അത് കേട്ടത് ഒരു ഫാമിലി ആയിരുന്നു. അവർ ചെന്ന് ആ ക്യാബിൻ തുറന്നു നോക്കിയപ്പോൾ അതിൽ ഏതാണ്ട് 4 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ കണ്ടു എന്ന്. അപ്പോഴേക്കും കുഞ്ഞിനെ കാണാഞ്ഞ് ഏതാണ്ട് 48 മണിക്കൂർ കടന്നിട്ടുണ്ട്. പോലീസ് അങ്ങോട്ടേക്ക് ചെന്നു. അവർ കണ്ടത് റൈക്കറിനെ തന്നെയായിരുന്നു. പക്ഷേ കാണാതായ കുഞ്ഞിനെ ആയിരുന്നില്ല അവരവിടെ കണ്ടത് എന്ന് പറയുന്നു. കുഞ്ഞിനെ കണ്ടെത്തിയത് അവനെ കാണാതായ ആ വീട്ടിൽ നിന്നും ഏതാണ്ട് 2.5 മൈൽ ദൂരെയുള്ള മറ്റൊരിടത്താണ്. അത്രയും ദൂരം കുഞ്ഞ് എങ്ങനെ എത്തിയെന്നത് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അതിതീവ്രമായ തണുപ്പിലും കോരിച്ചൊരിയുന്ന മഴയിലും ആ വനത്തിനുള്ളിൽ കുഞ്ഞ് എങ്ങനെ സർവൈവ് ചെയ്തു എന്നതാണ്. വെറും 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് 2 ദിവസം ഭക്ഷണവും വെള്ളവുമില്ലാതെ എങ്ങനെ പിടിച്ചു നിന്നു എന്ന്. ആ കുഞ്ഞിന് ആകെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് മുഖത്തുണ്ടായ ചെറിയൊരു മുറിവും ശരീരത്തിൽ അങ്ങിങ്ങായി കാണപ്പെടുന്ന ചെറിയ പരിക്കുകളും മാത്രമാണ്. കുഞ്ഞിന് ഭക്ഷണം കഴിക്കാത്തതിൻ്റെയോ വെള്ളം കുടിക്കാത്തതിൻ്റെയോ കുടുംബത്തെയൊന്നും കാണാത്തതിൻ്റെയോ യാതൊരുവിധ പ്രശ്നങ്ങളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ എടുത്തിട്ടുള്ള ഒരു ചിത്രമുണ്ട്. ആ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളത്. 2 ദിവസം ഭക്ഷണം കഴിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ആയിരുന്നില്ല ആ ചിത്രത്തിൽ നമ്മൾ കണ്ടത്. മുഖത്തെ ആ മുറിവ് ഒഴിവാക്കിയാൽ വളരെയേറെ സന്തുഷ്ടനായ ഒരു കുഞ്ഞിനെയാണ് ആ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അവൻ്റെ കണ്ണുകൾക്ക് ഒരൽപ്പം കൂടി തെളിച്ചം കൂടിയതായും ആ ചിത്രത്തിൽ കാണാം. ഈ ഫോട്ടോ എടുക്കുമ്പോഴും അവൻ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് എത്തിയിട്ടില്ലായിരുന്നു എന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. സംഭവത്തെക്കുറിച്ച് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് കുഞ്ഞ് നടന്നു തുടങ്ങി അത് അവസാനിച്ചത് 2.5 മൈൽ ദൂരെയാണ്. നായ് അത് ശ്രദ്ധിച്ചു കാണില്ല. അവനത് ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴേക്കും കുഞ്ഞ് ചിലപ്പോൾ വിദൂരതയിൽ എത്തിക്കാണണം. അതുകൊണ്ടായിരിക്കാം നായ്ക്ക് കുഞ്ഞിനെ പിന്തുടരാൻ പറ്റാതിരുന്നത്. അങ്ങനെ മഴ പെയ്തപ്പോൾ കുഞ്ഞ് ഏതോ ഒരു ക്യാബിനിൽ കയറിയിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ട കാര്യം. പക്ഷെ അപ്പോഴും ഒരുപാട് ചോദ്യങ്ങളാണ് പലരുടെയും മനസ്സിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം. കുഞ്ഞിനെ കാണാതായി ഏതാണ്ട് 3 മണിക്കൂറിനുള്ളിൽ തന്നെ കോരിച്ചൊരിയുന്ന മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം 3 മണിക്കൂറിനുള്ളിൽ കുഞ്ഞ് 2.5 മൈൽ നടന്ന് എത്തുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് വെറും 3 മണിക്കൂറിനുള്ളിൽ 4 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞ് 2.5 മൈൽ കാട്ടിലൂടെ നടന്ന് ക്യാബിനിലെത്തി. 2 ദിവസത്തോളം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ആ കുഞ്ഞ് സർവൈവ് ചെയ്തു. എങ്ങനെ? എന്താണ് ഈ ഒരു കേസിൻ്റെ പ്രത്യേകത? കാണാതാവലുകൾ സാധാരണമായിട്ടുള്ള ഒരു പ്രദേശത്ത് ഈ ഒരു കേസിന് മാത്രം ഇത്രയും പ്രത്യേകത ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അതായത് ഒരുപാട് കേസുകളിൽ ഒന്നായിട്ടാണ് ഈ ഒരു കേസിനെ സോഷ്യൽ മീഡിയയും മറ്റു പലരും കാണുന്നത്. ഇതിനോട് ചേർത്ത് വായിക്കുന്ന ചില അത്ഭുതപ്പെടുത്തുന്ന കേസുകൾ കൂടിയുണ്ട്. കരോളിന എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും കാണാതായ 3 വയസ്സ് പ്രായമുള്ള കേസി ഹാത്തവേ എന്ന് പറയുന്ന കുട്ടിയുടെ കേസും ഇതിനോട് ചേർന്നാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. വീട്ടുമുറ്റത്തു നിന്നും കാണാതായ കേസിയെ കണ്ടെത്തുന്നത് 55 മണിക്കൂറുകൾക്ക് ശേഷമാണ്. മരവിച്ചു പോകുന്ന തണുപ്പുള്ള ആ പ്രദേശത്ത് ചുറ്റും വെള്ളം നിറഞ്ഞ ഒരു കുഞ്ഞ് ദ്വീപിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. ആ മൺതിട്ടയിലേക്ക് ഒരു മനുഷ്യന് ചെന്നെത്താൻ നീന്തുകയല്ലാതെ വേറെ വഴിയില്ല. എന്നിട്ടും ആ കുഞ്ഞ് അവിടെ എങ്ങനെ എത്തി? 3 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞ് പറയുന്നത് ആരും വിശ്വസിക്കില്ല എന്ന മുൻവിധിയോടെയല്ല. എങ്കിൽ കേട്ടോളൂ കേസി പറഞ്ഞ കഥ. ആ രാത്രി അവനോടൊപ്പം ഒരു സുഹൃത്തുണ്ടായിരുന്നു എന്നും മേലാസകലം രോമമുള്ള വലിയ കൈയും നഖങ്ങളുമുള്ള ആ സുഹൃത്ത് അവനോടൊപ്പം ആ രാത്രി മുഴുവൻ ചെലവഴിച്ചു എന്നും അതാണ് തന്നെ കടിച്ചെടുത്ത് ആ ദ്വീപിൽ സുരക്ഷിതമായി എത്തിച്ചത് എന്നും. റെഡിറ്റിൽ ഈ ഒരു സംഭവത്തെ ഒരു ബിഗ് ഫുട്ട് ഇവൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എങ്കിലും പലരും വിശദീകരിക്കുന്നത് അത് ചിലപ്പോൾ ഒരു ബെയർ ആവാം, ഒരു വലിയ കരടിയാവാം എന്നാണ്. അങ്ങനെ ഒരു കരടിക്ക് ഒരു മനുഷ്യക്കുട്ടിക്ക് സുരക്ഷ നൽകാൻ പറ്റുമോ? ഇങ്ങനെ
കെയർ ചെയ്യാൻ പറ്റുമോ? ജംഗിൾ ബുക്കൊക്കെ കണ്ടു വളർന്ന നമുക്ക് ചിലപ്പോൾ അത് വിശ്വസിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ റിയൽ വേൾഡിൽ അങ്ങനൊന്ന് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയമല്ലേ? ഇനി നമുക്ക് റൈക്കർ വെബിൻ്റെ കേസിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ രോമമുള്ള വലിയ നഖങ്ങളുള്ള ഒരു ക്യാരക്ടറിനെ കുറിച്ച് റൈക്കർ വെബിന് പറയാനൊന്നുമില്ല. അവന് ആകെ ഓർമ്മ ഉള്ളത് ഒരു കൂട്ടം ആളുകൾ ക്യാബിൻ തുറന്ന് തന്നെ പുറത്തേക്ക് എടുക്കുന്ന കാഴ്ച മാത്രമാണ്. എങ്ങനെയാണ് താൻ ആ ക്യാബിനുള്ളിൽ എത്തിയത് എന്നതുപോലും അവന് ഓർമ്മയില്ല. എന്നാൽ കേസിയുടെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ 55 മണിക്കൂറിന് ശേഷം അവനെ കണ്ടെത്തുമ്പോൾ അവൻ ഡീഹൈഡ്രേറ്റഡ് ആയിരുന്നു. അവൻ വെള്ളം കുടിക്കാത്തതിൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ 48 മണിക്കൂറിന് ശേഷം കണ്ടെത്തിയ റൈക്കർ വെബിന് അങ്ങനെ ഒരു ഡീഹൈഡ്രേഷൻ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? കാണാതായ റൈക്കറിൻ്റെ വസ്ത്രവും കണ്ടെത്തിയ റൈക്കറിൻ്റെ വസ്ത്രവും രണ്ടും രണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അതായത് അതിനർത്ഥം കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടുപോയതായിരുന്നു എന്നും കുഞ്ഞിനെ എവിടെയോ പാർപ്പിച്ചതായിരുന്നു എന്നുമാണ്. അങ്ങനെയെങ്കിൽ 2 ദിവസം കുഞ്ഞിന് വെള്ളവും ഭക്ഷണവും അവർ തന്നെ നൽകിയിട്ടുണ്ടാവണമല്ലോ. അതിനവർ കൃത്യമായി പറയുന്ന മറ്റൊരു തെളിവ് കൂടിയുണ്ട്. അതായത് റൈക്കറിനെ കണ്ടെത്തിയ ക്യാബിൻ്റെ വാതിലൊരൽപ്പം കട്ടി കൂടിയ വലിയ വാതിലായിരുന്നു. അതൊരിക്കലും 4 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിനെ തള്ളി തുറക്കാൻ പറ്റുന്ന വാതിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് പിന്നിൽ ഒരു മുതിർന്ന വ്യക്തി ഉണ്ടായിരിക്കാമെന്നും അയാൾ വാതിൽ തുറന്ന് കുഞ്ഞിനെ ക്യാബിനിലിട്ട് അടച്ചതായിരിക്കാം എന്നുമാണ് പലരുടെയും വാദം. ഇതിനോട് ചേർന്ന് പറയുന്ന മറ്റൊരു വാദമുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സയൻസ് ഫിക്ഷൻ സ്റ്റോറി. അതായത് കാണാതായ റൈക്കറും കണ്ടെത്തിയ റൈക്കറും രണ്ടും രണ്ടാണ് എന്ന്. ആ ഒരു വാദത്തിൻ്റെ കാരണം 2 പേർക്കും വ്യത്യസ്തമായ വസ്ത്രങ്ങളായിരുന്നു എന്നത് തന്നെയാണ്. അതിൽ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കാണാതായ റൈക്കറിനെ അല്ല കണ്ടെത്തിയത് മറ്റൊരു ടൈം ലൈനിലുള്ള മറ്റൊരു റൈക്കറാണ്. ആ റൈക്കർ ടൈം സ്ലിപ്പ് സംഭവിച്ച് ഇവിടെ വന്നതായിരിക്കാം എന്നും. എന്നാൽ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആ തെളിവ് അത്രയ്ക്ക് വ്യക്തമായൊരു തെളിവല്ല എന്ന് പറയുന്നു. അതായത് റൈക്കറിൻ്റെ അച്ഛൻ തന്നെ പറയുന്നു കുഞ്ഞിനെ കാണാതായപ്പോൾ ഉണ്ടായിരുന്ന അതേ വസ്ത്രം തന്നെയാണ് കുഞ്ഞിനെ കിട്ടിയപ്പോഴും ഉണ്ടായിരുന്നത് എന്ന്. കുഞ്ഞിനെ അന്വേഷിക്കാൻ വേണ്ടി പോലീസിന് നൽകിയിരുന്ന ഫോട്ടോയിലെ വസ്ത്രം ഒരൽപ്പം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ആരൊക്കെയോ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു കോൺസ്പിറസി മാത്രമാണിത് എന്ന് അവരും വിശദീകരിക്കുന്നു. റൈക്കർ വെബിൻ്റെ കേസിൽ അത്ഭുതപ്പെടുത്തുന്ന യാതൊന്നുമില്ല എന്ന് പറയാൻ കഴിയില്ല. 2 ദിവസം കുഞ്ഞിന് വെള്ളവും ഭക്ഷണവും ഇല്ലാതെ എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റിയെന്നത് അത്ഭുതപ്പെടുത്തുന്നൊരു വിഷയം തന്നെയാണ്. പലരും പറയുന്നത് പോലെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കാം. 2 ദിവസം അവരായിരിക്കാം ഭക്ഷണവും വെള്ളവും കൊടുത്തത് എന്ന് പറയുമ്പോഴും ആ തട്ടിക്കൊണ്ടുപോകലിന് എന്തെങ്കിലും ഒരു തെളിവ് നമുക്ക് കണ്ടെത്താൻ കഴിയട്ടെ. ഒന്നുമില്ലെങ്കിലും മൂന്നാമതൊരു വ്യക്തിയുടെ പ്രസൻസ് എങ്കിലും നമുക്കവിടെ ഫീൽ ചെയ്യിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്താൻ കഴിയണ്ടേ? അങ്ങനൊന്നും കണ്ടെത്തിയിട്ടില്ല. അങ്ങനൊന്ന് ആ കുഞ്ഞിനും പറയാനില്ല. ആ ക്യാബിൻ്റെ കൂറ്റൻ വാതിൽ തള്ളി തുറക്കാൻ 4 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിന് പറ്റില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മുതിർന്ന വ്യക്തിയുടെ പ്രസൻസ് ഉറപ്പായും കാണും. എന്നാൽ കേസിയുടെ കേസിൻ്റെ വിഷയം അങ്ങനെയല്ല. 55 മണിക്കൂർ ആ കൊടും തണുപ്പിൽ അവൻ എങ്ങനെ സർവൈവ് ചെയ്തു? ഭക്ഷണവും വെള്ളവും അവന് ലഭിച്ചിട്ടില്ല എന്ന് അവൻ്റെ ശരീരത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവന് തോന്നിയ വെറും തോന്നലായിരിക്കാം മേലാസകലം രോമമുള്ള ആ രൂപം. പക്ഷേ അങ്ങനെയെങ്കിൽ ആ വെള്ളം കടന്ന മൺതിട്ടയിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടെത്തിച്ചത് ആരാണ്? അവൻ്റെ തോന്നലാണ് ഈ പറഞ്ഞ ബിഗ് ഫൂട്ട് അല്ലെങ്കിൽ കരടിയെങ്കിൽ ആ വെള്ളത്തിലൂടെ ആ കുഞ്ഞിനെ അപ്പുറത്ത് എത്തിച്ചത് ആരാണ്? ഈ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ചില മനുഷ്യർ ഉപയോഗിക്കുന്ന നീളം കൂടിയ രോമക്കുപ്പായങ്ങളുണ്ട്. അത്തരം കുപ്പായങ്ങളിട്ട് വരുന്ന മനുഷ്യരെ കാണുമ്പോൾ പലപ്പോഴും ഒരു കരടിയായി നമുക്ക് തോന്നാറുമുണ്ട്. കാടിൻ്റെ ഇരുട്ടിലും വിശപ്പിൻ്റെ ആ ഒരു ചിന്തയിലും ചിലപ്പോൾ ഇത്തരം രോമക്കുപ്പായം ഇട്ടൊരു മനുഷ്യനെ കണ്ടപ്പോൾ കേസിക്ക് തോന്നിയതായിരിക്കാം അതൊരു കരടിയാണ് എന്ന്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ അവനോട് സംസാരിക്കാതിരുന്നത്? സംസാരിച്ചിരുന്നെങ്കിൽ അതൊരു മനുഷ്യനാണ് എന്ന് ചിലപ്പോൾ അവന് മനസ്സിലാകുമായിരുന്നു. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു വിഷയത്തെ നമുക്ക് വിശദീകരിക്കാം. പക്ഷെ അപ്പോഴും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, കുഞ്ഞുങ്ങളെ വളർത്തു നായ്ക്കളോടൊപ്പം കളിക്കാൻ വിടുന്നവർ ശ്രദ്ധിക്കുക. എപ്പോഴും കരടിയോ ബിഗ് ഫൂട്ടോ രക്ഷിക്കാനുണ്ടായിക്കൊള്ളണം എന്നില്ല. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് എങ്കിൽ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ, സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ